Good morning to all. Today I am going to discuss type of goods difference between sale and agreement to sell. First we start with the type of goods. There are mainly three type of goods: existing goods, future goods, contingent goods. First we start with the existing goods. Goods which are owned or possessed by the seller at the time of contract of sale are called existing goods. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് സെല്ലറിൻ്റെ കയ്യിലുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് വിച്ച് ആർ ഓൺഡ് ഓർ പൊസസ്ഡ് ബൈ ദി സെല്ലർ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ആർ കോൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. എക്സാമ്പിൾ നോക്കാം. എ ഈസ് ദ മാനുഫാക്ചർ ഓഫ് വാച്ചിൻ്റെ മാനുഫാക്ചറാണ് എ ബിയോട് പറയാണ് 100 വാച്ചസ് തരാമെന്ന്. ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് എയുടെ കയ്യിൽ ഈ 100 വാച്ചസും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. നോക്കാം. എ ഈസ് ദ മാനുഫാക്ചർ ഓഫ് വാച്ചസ്. ഹി സെൽ 100 വാച്ചസ് ടു ബി. ഇറ്റ് ഈസ് എ സെയിൽ ഓഫ് എക്സിസ്റ്റിംഗ് ഗുഡ്സ് ബിക്കോസ് ദ വാച്ചസ് ആർ ഓൺഡ് ബൈ എ. എക്സിസ്റ്റിംഗ് ഗുഡ്സ് 3 ടൈപ്പ് ഉണ്ട്: സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ് and unascertained goods. First we start with the specific goods. These are goods which are identified and agreed upon at the time when the contract of sale is made. അതായത് കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗുഡ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു 100 ചെയേഴ്സ് ഒരു മാനുഫാക്ചറിൻ്റെ കയ്യിലുണ്ട്. ഈ 100 ചെയേഴ്സിന് ബി എന്ന് പറഞ്ഞൊരു ബയർ വാങ്ങണത് 10 ചെയേഴ്സ് ആണെങ്കിൽ ഈ 100 ചെയേഴ്സിന് ഏത് ചെയറാണ് ഈ ബയർ വാങ്ങണതെന്ന് ഈ എഗ്രിമെൻറ്റ് മെയ്ഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ സ്പെസിഫിക് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അസർട്ടൈൻഡ് ഗുഡ്സ്. ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ പാർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അസർട്ടൈൻഡ് ഗുഡ്സിൽ പറയുന്നത് എഗ്രിമെൻറ്റിൻ്റെ സമയത്ത് ഏത് ഗുഡ്സാണെന്ന്. ഇപ്പോൾ 100 ചെയേഴ്സിൽ ഈ 10 ചെയേഴ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ബൈ ദ പാർട്ടീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി എഗ്രിമെൻറ്റ് ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ. കോൺട്രാക്റ്റ് ഓഫ് സെയിൽ മെയ്ഡ് ചെയ്തതിന് ശേഷമാണ് അത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദ ഐഡൻറ്റിഫിക്കേഷൻ ടേക്കൺ പ്ലേസ് അറ്റ് എ ലേറ്റർ ടൈം. പിന്നീടാണ് ഇപ്പോൾ 100 ചെയേഴ്സിൽ ഏത് 10 ചെയേഴ്സാണ് അയാൾക്ക് കൊടുക്കണതെന്ന് എഗ്രിമെൻറ്റ് ടു സെയിൽ മെയ്ഡ് ചെയ്തതിന് ശേഷമാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ദ ഗുഡ്സ് വിച്ച് ആർ നോട്ട് സ്പെസിഫിക്കലി ഐഡൻറ്റിഫൈഡ് ആൻഡ് എഗ്രിമെൻറ്റ് അറ്റ് ദ ടൈം വെൻ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് ഏതാണ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനത്തേനെയാണ് നമ്മൾ അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ് ടൈപ്പ്, ഫ്യൂച്ചർ ഗുഡ്സ്. നമുക്കറിയാലോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഭാവിയിലെ അല്ലേ. അപ്പോൾ നോക്കിയാൽ ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ആർ ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വേർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ ദ കോൺട്രാക്റ്റ് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് ഇപ്പോൾ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കോക്കനട്ട് അയാളുടെ കയ്യിലുണ്ടാവും, പക്ഷേ ഈ കോക്കനട്ട് പ്രോസസ്സ് ചെയ്ത് ഓയിലാക്കിയിട്ടുണ്ടാവില്ല. ഫ്യൂച്ചറിലാണ് അത് അങ്ങനെ ആക്കുള്ളൂ. അങ്ങനത്തെ ഗുഡ്സിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ ഫൈനൽ പ്രൊഡക്റ്റ് കയ്യിലില്ല. പക്ഷേ ഇപ്പോൾ കോക്കനട്ട് കയ്യിലുണ്ട്, ഓയിൽ കയ്യിലില്ല. അങ്ങനത്തെ കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെയുള്ള ഗുഡ്സിനെയാണ് ഫ്യൂച്ചർ ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കണ്ടിജൻറ്റ് ഗുഡ്സ്. കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ തന്നെ ഒരു വകഭേദമാണ്, വേറെ വെറൈറ്റിയാണ് കണ്ടിജൻസ് ഗുഡ്സ്. അതായത് ഇത് ഫ്യൂച്ചറിൽ നടക്കുള്ളൂ, ഫ്യൂച്ചറിൽ തന്നെയാണ് ഇതും സംഭവിക്കുള്ളൂ, പക്ഷേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തൈ അല്ലെങ്കിൽ വിള ഇട്ടിട്ടുള്ളൂ, വിത്ത് ഇട്ടിട്ടുള്ളൂ, പക്ഷേ നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാണ് അത് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യാമെന്ന് നമ്മൾ കോൺട്രാക്റ്റ് ചെയ്ത്, പക്ഷേ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലായിട്ടില്ല. നമ്മൾ ചിലപ്പോൾ തൈ വെച്ചിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ വിത്ത് ഇട്ടിട്ടുണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ അത് വളർന്നൊരു ആവാതിരിക്കാം അല്ലേ, കണ്ടിജൻ്റ് ആണോ ഉറപ്പില്ല. അങ്ങനത്തെ ഉള്ള ഗുഡ്സിനെയാണ് നമ്മൾ കണ്ടിജൻറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 ടൈപ്പ് ഓഫ് ഗുഡ്സ്: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജൻസ് ഗുഡ്സ്. നെക്സ്റ്റ് വി സ്റ്റാർട്ട് വിത്ത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ.
Before that, what is mean by the subject matter of contract of sale? Subject matter is the content of a contract of sale and goods is the subject matter. അതായത് ഗുഡ്സിനെയാണ് നമ്മൾ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. ആക്ഷനബിൾ ക്ലെയിംസും മണിയുമല്ലാത്ത എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. It includes stock, shares, growing crops, grass and other things attached to or forming part of land. ഇതിൽ വരുന്ന ഐറ്റംസ് ഗുഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് സ്റ്റോക്ക് ഉണ്ടാവും, ഷെയർസ് ഉണ്ടാവും, ഗ്രോയിങ് ക്രോപ്സ് ഉണ്ടാവും, ഗ്രാസ്, ഇതൊക്കെയാണ് നമ്മൾ ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ആക്ഷനബിൾ ക്ലെയിംസും മണിയും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഗുഡ്സായിട്ട് കൺസിഡർ ചെയ്യില്ല. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി ആർ നോട്ട് ഗുഡ്സ്. ആൻ ആക്ഷനബിൾ ക്ലെയിം ഈസ് സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോയുടെ ആക്ഷൻ വഴി എൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ഷനബിൾ ക്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഓഫ് സെയിലിലെ സബ്ജക്റ്റ് മാറ്റർ എന്തായിരിക്കും? സബ്ജക്റ്റ് മാറ്റർ ഗുഡ്സ് ആയിരിക്കും. ഈ ഗുഡ്സിൽ ഷെയർസ് വരും, ഗ്രോയിങ് ക്രോപ്സ് വരും, ഗ്രാസ്, ഇതൊക്കെ ഇൻക്ലൂഡറാണ് സബ്ജക്റ്റ് മാറ്ററിൽ. പിന്നെ ഈ ആക്ഷൻ ക്ലെയിംസും അതുപോലെ തന്നെ മണിയും ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ആക്ഷനബിൾ ക്ലെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംതിങ് വിച്ച് ഈസ് എൻഫോഴ്സിബിൾ ഓൺലി ബൈ ആക്ഷൻ ഇൻ കോർട്ട് ഓഫ് ലോ. കോർട്ട് ഓഫ് ലോയിൽ വരി നമ്മൾ എൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആക്ഷൻ ക്ലെയിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെയിൽ. വാട്ട് ഈസ് മീൻ ബൈ സെയിൽ? അക്കോർഡിംഗ് ടു സെക്ഷൻ 4 subsection 3 of the Sales and Agreement Act, where under a contract of sale the property in the goods is transferred from the seller to the buyer, it is called a sale. അതായത് ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. Thus, in case of sale, the transfer of property in goods taken place immediately. അതായത് പെട്ടെന്ന് തന്നെ ആ ഓണർഷിപ്പിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ആവും. Generally, sales means transfer of property from one person to another in consideration of price paid or promise of another valuable consideration. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസും ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെയിൽ? അക്കോർഡിംഗ് ടു സെക്ഷൻ 4 subsection 3 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്, അതായത് ഓണർഷിപ്പ് പ്രോപ്പർട്ടി ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെല്ലർ ടു ദി ബയർ, സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്തായിരിക്കും? വെയർ അണ്ടർ എ കോൺട്രാക്ട് ഓഫ് സെയിൽ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ഈസ് ടേക്കൻ പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ടൈം. ഫ്യൂച്ചറിലാണ് അത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. ടു സം കണ്ടീഷൻസ് ദെയർ ആഫ്റ്റർ ടു ബി ഫുൾഫിൽ ദ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി എഗ്രിമെൻറ്റ് ടു സെൽ. അതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. അതായത് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, ഓണർഷിപ്പ് ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. Where under a contract of sale the transfer of property in goods is taken place at a future time or subject to some conditions thereafter to be fulfilled, the contract is called an agreement to sell. അതിനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ടു സെൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽ ആൻഡ് എഗ്രിമെൻറ്റ് ടു സെൽ. ഫസ്റ്റ് പോയിന്റ്, നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. സെയിൽ ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ് കോൺട്രാക്റ്റ്. നമ്മൾ ഓണർഷിപ്പ് അപ്പം തന്നെ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് എക്സിക്യൂട്ടഡ്, നടപ്പാക്കി, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സെയിൽ ഈസ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ പ്രസൻറ്റ് കോൺട്രാക്റ്റ്. എഗ്രിമെൻറ്റ് ടു സെല്ലോ, വെയർ
as agreement to sell is a executory contract, that is which is yet to be executed. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അതാണ് യെറ്റ് ടു ബി എക്സിക്യൂട്ടഡ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, അവിടെ ഒരു സെല്ലിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. In case of sale, the transfer of property from the seller to the buyer taken place immediately so that the seller is no more the owner of the goods. നമ്മൾ പറഞ്ഞില്ലേ, അതായത് സെയിലിൽ ഓണർഷിപ്പ് ബയറിൻ്റെ കയ്യിൽ നിന്ന് സെല്ലറിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. എഗ്രിമെൻറ്റ് ടു സെല്ലിലോ ദ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഈസ് ടേക്കൺ പ്ലേസ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ഓർ സബ്ജക്റ്റ് ടു സം കണ്ടീഷൻ ടു ബി ഫുൾഫിൽ. സെല്ലർ കണ്ടിന്യൂസ് ടു ബി ദ ഓണർ. സെല്ലർ ആയിരിക്കും അതിൻ്റെ ഓണർ ആയിരിക്കുക. ഏത് എഗ്രിമെൻറ്റ് ടു സെയിൽ വെച്ചതിന് ശേഷം സെല്ലർ തന്നെയായിരിക്കും അതിൻ്റെ ഓണർ, ബയർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവില്ല. നെക്സ്റ്റ്, റിസ്ക് ഓഫ് ലോസിൻ്റെ റിസ്ക് എങ്ങനെയാണ്? ഇൻ സെയിൽ the buyer become the owner of goods and he has to suffer the losses if the goods are subsequently damaged or destroyed. അതായത് ഗുഡ്സ് ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? ബയ്യർക്കായിരിക്കും. കാരണം എന്താ, സെയിൽ നടത്തുമ്പോൾ തന്നെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യറിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഫുൾ റിസ്കിൻ്റെ ആരുടെ കയ്യിലായിരിക്കും? ആർക്ക് അവകാശമാണ്? ബയ്യർക്ക്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിലോ ഓണർഷിപ്പ് ഡസ് നോട്ട് പാസസ് ടു ദി ബയർ, അല്ലേ? ഓണർഷിപ്പ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ല ബയർക്ക്. ദ റിസ്ക് ഓൾസോ ഡസ് നോട്ട് പാസസ് ടു ഹിം ആൻഡ് റിമൈൻസ് വിത്ത് ദി സെല്ലർ. അതിൻ്റെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, ആ റിസ്ക് ആരുടെ തന്നെ ആയിരിക്കും? റിമൈൻസ് വിത്ത് ദി സെല്ലർക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ റിസ്ക് ഫുള്ളായിട്ട് ഉണ്ടാവുക, ബയ്യർക്കല്ല, കാരണം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് ഗുഡ്സ്. In a sale, the subject matter can be only the existing and specific goods. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഗുഡ്സോ അല്ലെങ്കിൽ സ്പെസിഫിക് ഗുഡ്സോ ആയിരിക്കും ഏതിൽ? സെയിൽ. ഇൻ സെയിൽ ദ സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി ഓൺലി ദ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ്. എഗ്രിമെൻറ്റ് ടു സെല്ലിലോ ദ ഫ്യൂച്ചർ ആൻഡ് കണ്ടിജൻസ് ഗുഡ്സ് ആർ യൂഷ്വലി ദ സബ്ജക്റ്റ് മാറ്റർ. ഫ്യൂച്ചർ അല്ലെങ്കിൽ കണ്ടിജൻറ്റ് ഗുഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഫ്യൂച്ചർ ഗുഡ്സ് എന്താണ്, കണ്ടിജൻറ്റ് ഗുഡ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനത്തെ ഗുഡ്സുമ്പോഴാണ് ഇതിൽ വരാം, എഗ്രിമെൻറ്റ് ടു സെല്ലിൽ വരാം. സെയിലിലോ ദ സബ്ജക്റ്റ് മാറ്റർ ക്യാൻ ബി ഓൺലി ദ എക്സിസ്റ്റിംഗ് ആൻഡ് സ്പെസിഫിക് ഗുഡ്സ് മാത്രമേ സെയിലിൽ വരുള്ളൂ. എഗ്രിമെൻറ്റ് ടു സെല്ലിൽ കണ്ടിജൻസ് ഗുഡ്സും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗുഡ്സാണ് ഇൻക്ലൂഡ് ചെയ്യുക. നെക്സ്റ്റ്, കോൺസിക്വൻസ് ഓഫ് ബ്രീച്ച് ബൈ ദ ബയ്യർ. അതായത് നമ്മൾ ഒരു ബയ്യർ ബ്രീച്ച് ഓഫ് ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് നോക്കാം. ഇൻ കേസ് ഓഫ് ബ്രീച്ച് ബൈ ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ്. അതായത് ബ്രീച്ച് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസിന് വേണ്ടി സ്യൂ കൊടുക്കാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? സെല്ലർക്ക്. നോക്കിക്കോ, ഇൻ കേസ് ഓഫ് ബ്രീച്ച് ബൈ ദ ബയർ ദ സെല്ലർ ക്യാൻ സ്യൂ ഫോർ ദ പ്രൈസസ് ഓഫ് ഗുഡ്സ്. അതിൻ്റെ പ്രൈസ് കിട്ടാനായിട്ട് സ്യൂ ചെയ്യാൻ പറ്റുന്നത് സെല്ലർക്കായിരിക്കും. ഈവൺ ഇഫ് ദ ഗുഡ്സ് ആർ ഇൻ ഹിസ് പൊസിഷൻ ഓർ ഹി ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസ്മിറ്റ് ഓർ റീസെൽ ദ ഗുഡ്സ്. ഇപ്പോൾ ഗുഡ്സ് അയാളുടെ പൊസിഷനിലില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഹി ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ഓർ റീസെൽ ദ ഗുഡ്സ്. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ ഈ കോൺസിക്വൻസ് എങ്ങനെയായിരിക്കും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൻ്റെ? നോക്കാം. ഇഫ് ദ ബയർ കമ്മിറ്റ്, ബയറിൻ്റെ ഭാഗത്താണെങ്കിൽ ദ സെല്ലർ മേ സ്യൂ ഫോർ ഡാമേജസ് ഓൺലി. ഡാമേജിന് മാത്രമേ സെല്ലർക്ക് അവകാശപ്പെടാൻ പറ്റുള്ളൂ, അല്ലാതെ നോട്ട് ഫോർ ദ പ്രൈസുമല്ല. നമ്മൾ സെയിൽ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന്. പക്ഷേ എഗ്രിമെൻറ്റ് ടു സെല്ലിൽ പ്രൈസുമേ അയാൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. പകരം ഇതിൻ്റെ ഡാമേജസിന് അല്ലെങ്കിൽ ഡിഫാൾട്ടിന് വേണ്ടി അയാൾക്ക് സ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞത്, ഇഫ് ദ ബയർ കമ്മിറ്റ് ഡീഫാൾട്ട് ദ സെല്ലർ മേ സ്യൂ ഫോർ ഡാമേജസ് ഓൺലി ആൻഡ് നോട്ട് ഫോർ ദ പ്രൈസ്. ഡാമേജസ് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് പ്രൈസും പറ്റില്ല. നെക്സ്റ്റ്, നേച്ചർ ഓഫ് റൈറ്റ്സ്. ഇൻ സെയിൽ ദ ബയർ ബീയിങ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ് അക്വയർ ഓൾ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇൻ ദ ഗുഡ്സ് ആസ് എഗെയിൻസ്റ്റ് ദ വോൾഡ് അറ്റ് എ ലാർജ്. അതായത് അത് ഈ സെയിൽ ദ ബയർ ബീയിങ് ദ ഓണർ ഓഫ് ദി ഗുഡ്സ് നമ്മൾ പറഞ്ഞില്ലേ, അപ്പം തന്നെ ഓണർഷിപ്പ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? സെല്ലറുടെ നിന്ന് ബയ്യർക്ക് ട്രാൻസ്ഫർ ചെയ്യും.
being the owner of the goods acquire all property right in the goods as against the world. എല്ലാ വേൾഡിനോട് പറയാം എന്ത് അയാളാണ് അതിൻ്റെ ഓണർ എന്ന്. കാരണം എന്താ, സെയിലിൻ്റെ സമയത്ത് തന്നെ ഓണർഷിപ്പ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യർക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലർ എങ്ങനെ, ഹി ഗേവ്സ് എ റൈറ്റ് ടു ദി ബയർ എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി ആൻഡ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്സ് ഹി ക്യാൻ സ്യൂ the seller for damages for breach and not for the റിക്കവറി ചെയ്യാനായിട്ട് സ്യൂ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡാമേജസിന് വേണ്ടി ഡാമേജസ് ക്ലെയിം ചെയ്യാനായിട്ട് അയാൾക്ക് സ്യൂ ചെയ്യാനായിട്ട് പറ്റും. നോക്കാം, ഇറ്റ് ഗേവ് എ റൈറ്റ് ടു ബയർ എഗെയിൻസ്റ്റ് എ പർട്ടിക്കുലർ പേഴ്സൺ ഓൺലി ആൻഡ് ഇൻ കേസ് ഓഫ് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഹി ക്യാൻ സ്യൂ ഫോർ ദി സെല്ലർ ഫോർ ഡാമേജസ് ഫോർ ബ്രീച്ച് ആൻഡ് നോട്ട് ഫോർ റിക്കവറി ഓഫ് ഗുഡ്സ്. Next, insolvency of the buyer. In sale, if the buyer became insolvent before giving the price, the official receiver or assignee can claim the goods because the ownership of the goods has passed to the buyer. അതായത് സെയിലിൻ്റെ കേസിൽ ബയർ ഇൻസോൾവൻ്റ് ആയിക്കഴിഞ്ഞാൽ the official receiver or assignee can claim the goods. ആ ഗുഡ്സ് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ഒഫീഷ്യൽ റിസീവർക്കോ അസൈനിക്കോ ആയിരിക്കും. ഏതിൽ, സെയിലിൽ. അപ്പോൾ എഗ്രിമെൻറ്റ് ടു സെല്ലിലോ, ഇഫ് ദ ബയർ ബിക്കെയിം ബാങ്ക്രപ്റ്റ് ബിഫോർ പേയിങ് ഓഫ് പ്രൈസ് ദ സെല്ലർ ക്യാൻ റിഫ്യൂസ്ഡ് ടു ഡെലിവർ ദ ഗുഡ്സ് അൺലെസ് പെയ്ഡ് ഫോർ. അതായത് നമ്മൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല, അപ്പോൾ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ, ബയർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഗുഡ്സ് കൊടുക്കുന്നത് റിഫ്യൂസ് ചെയ്യാം, കൊടുക്കാതിരിക്കാം. അപ്പോൾ ഇൻസോൾവൻസി ഓഫ് ദി ബയറിൽ പറയുന്നത് സെയിലിൽ ബയർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം ഒഫീഷ്യൽ റിസീവറിൻ്റെ നിന്നോ അസൈനിയുടെ നിന്നോ ക്ലെയിം ചെയ്യാം. പക്ഷേ നമ്മുടെ എഗ്രിമെൻറ്റ് ടു സെയിലിൽ ബയ്യർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ സെല്ലർക്ക് വേണമെങ്കിൽ ആ ഗുഡ്സ് കൊടുക്കാതെ അത് റിഫ്യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ഇൻസോൾവൻസി ഓഫ് ദി സെല്ലറിൻ്റെ ഇൻസോൾവൻസി. ഇൻ എ സെയിൽ, ഇഫ് ദ സെല്ലർ ബിക്കം ഇൻസോൾവൻറ്റ് ദ ബയർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ ദ ഗുഡ്സ് ഫ്രം ദി അസൈനി ഓർ ഒഫീഷ്യൽ റിസീവർ ബിക്കോസ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഹാസ് ടു ബി പാസ് ടു ദി ബയർ. അതായത് ഇൻ കേസ് ഓഫ് സെയിലിൻ്റെ കേസിൽ സെല്ലർ ഇൻസോൾവൻ്റ് ആയി കഴിഞ്ഞാൽ ബയ്യർക്ക് റിക്കവർ ചെയ്യാം ദ ഗുഡ്സ് ഫ്രം ദി അസൈനി ഓർ ഒഫീഷ്യൽ റിസീവറിൻ്റെ നിന്ന് ഗുഡ്സ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ബിക്കോസ് ദ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദി ബയ്യർക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കാരണം അതിൻ്റെ ആ എമൗണ്ട് അസൈനിയുടെ നിന്നോ ഒഫീഷ്യൽ റിസീവറുടെ നിന്നോ സെയിലിൻ്റെ കേസിൽ കളക്ട് ചെയ്യാം. എഗ്രിമെൻറ്റ് ടു സെല്ലിലോ, if the buyer has already paid the price and the seller became insolvent, the buyer can claim only a reasonable dividend and not the goods. ഗുഡ്സുമേ അയാൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ അയാൾക്ക് ഡിവിഡൻഡ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. If the buyer has already paid the price and the seller became insolvent, the buyer can claim only a reasonable dividend and not the goods. ഗുഡ്സുമേ അല്ല, ഡിവിഡൻഡ് അയാൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. These are the difference between sale and agreement to sale. Next we move to the assignment questions. First question, what do you mean by agreement to sell? Second question, distinct between sale and agreement to sale. Thank you.